Kerala and Karnataka. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം, അന്ന് തളിരിട്ട പ്രസ്ഥാനം, മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം, അന്ന് തളിരിട്ട പ്രസ്ഥാനം, മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം, മുസ്ലിം നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം, അന്ന് തളിരിട്ട പ്രസ്ഥാനം, മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം, അന്ന് തളിരിട്ട പ്രസ്ഥാനം, മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ വഴിയോരങ്ങളിൽ എല്ലാ പ്രദേശങ്ങളിലും ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. MSFന്റെയും യൂത്ത് ലീഗിന്റെയും അതുപോലെ തന്നെ ക്ലബുകളുടെയും വിവിധ സംഘടനയായ സൽക്കാരം എന്ന ഏറ്റവും നല്ല ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിന ആശംസകൾ നേരുകയാണ്. ഒരു പുഞ്ചിരി പോലും ഇബാദത്താണ് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ ചായ സൽക്കാരം നടത്തി സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. ആ പാന്താവിലൂടെ സഞ്ചരിക്കുക എന്നതാണ്. ഇന്ന് ലോകത്ത് ശാന്തിയും അശാന്തിയും തമ്മിൽ യുദ്ധം നടക്കുമ്പോ അതിന് ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത് പ്രവാചകന്റെ വചനങ്ങളാണ്. പരിശോധിച്ചാലും ഏത് പ്രദേശമെടുത്ത് പരിശോധിച്ചാലും നമ്മുടെ മനുഷ്യന്റെ മനസ്സുകളിൽ നിന്നും സ്നേഹത്തിന്റെ കമ്പി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ ഇത്തരം നന്മ നിറഞ്ഞ സൽക്കാരങ്ങൾ നടത്തി, സ്നേഹം പ്രകടിപ്പിച്ച്, ഷെയ്ക്കാൻഡ് നടത്തി, പരസ്പരം മനുഷ്യനെ ബഹുമാനി നമ്മുടെ ബദിയടുക്ക പഞ്ചായത്തിലെയും ചെങ്കള പഞ്ചായത്തിലെയും ഒരു സംഗമഭൂമി എന്ന നിലയിൽ ഏറ്റവും ശക്തമായ ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു യൂണിറ്റാണ് ചല്ലടുക്ക യൂണിറ്റ്. അതുകൊണ്ട് ഞാൻ മണ്ഡലം മുസ്ലിം ലീഗിന്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഏറ്റവും ശക്തമായ പ്രവർത്തനം നടത്തുന്ന അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് നല്ല നല്ല, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു യൂണിറ്റാണ് ചല്ലടുക്ക യൂണിറ്റ്. ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരു യൂണിറ്റ് കമ്മിറ്റിയാണ് നമ്മുടെ ചല്ലടുക്ക യൂണിറ്റ് കമ്മിറ്റി. തീർച്ചയായിട്ടും നമ്മുടെ ഭാവിയിലെ വാഗ്ദാനങ്ങളായ ഈ ഇത്തരം കമ്മിറ്റികൾ, നമ്മുടെ കുരുന്നു കുട്ടികൾ, അവര് ഇന്ന് പഠനത്തിൽ വളരെ മിടുക്കന്മാരായി മുന്നോട്ട് പോകുമ്പോ അവർ രാഷ്ട്രീയമാകുന്നതിന് വേണ്ടി ഇത്തരം വിദ്യാഭ്യാസ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത കാലത്ത് നടന്ന ക്യാമ്പസ് തിരഞ്ഞെടുപ്പിൽ ഇവിടെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലും നമ്മുടെ തൊട്ടടുത്ത ഗോവിന്ദപ്പൈ കോളേജിലും
തിളക്കമാർന്ന മിന്നുന്ന വിജയമാണ് MSF നേടിയിട്ടുള്ളത്. നമ്മുടെ ചെല്ലടുക്കയിലെയും നമ്മുടെ ചെടേക്കാലിലെയും നിരവധി ആളുകൾ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും PGRF അടക്കം നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് എല്ലാവിധ മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം, അന്ന് തളിരിട്ട പ്രസ്ഥാനം, മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. കുട്ടികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടുന്ന എല്ലാ നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം, അന്ന് തളിരിട്ട പ്രസ്ഥാനം, മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. ഈ ക്ലാസ് മുറികൾ ഇനി സജീവമാവുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിൻ്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിൻ്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112 വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. അവധിക്കാലം കഴിഞ്ഞു. വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000 9061 178 000. ടോൾ ഫ്രീ നമ്പർ 14. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.
Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service.